രാവണവധം. ശ്രീരാമൻ മാതലിയോട് തേർവിടാൻ പറഞ്ഞു. എന്നാൽ രണ്ടു വശത്തും സാരഥികൾ മിന്നൽ വേഗത്തിൽ തേർ പായിച്ചു. സാരഥികളുടെ കൗശലം കണ്ട ദേവന്മാർ പോലും ആശ്ചര്യപ്പെട്ടു. രാമരാവണ യുദ്ധം തുല്യശക്തികളായ രണ്ടുപേരുടെ കടുത്ത യുദ്ധമായിരുന്നു. ശ്രീരാമൻ രാവണന്റെ ഒരു തല അറുത്തു. എന്നാൽ നൊടിയിടയിൽ പുതിയത് കിളിർത്തു വന്നു. അങ്ങനെ 100,000 തല അറുത്തിട്ടും രാവണന്റെ 10 തലയ്ക്ക് ഒരു കുറവും വന്നില്ല. അതൊക്കെ രാവണന്റെ തപോബലമാണെന്ന് ശ്രീരാമന് ബോധ്യമായി. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും രാവണനെ കൊല്ലാൻ ശ്രീരാമന് സാധിച്ചില്ല. ബാക്കിയുള്ളവരെ നിഷ്പ്രയാസം കൊന്ന തൻ്റെ ബാണത്തിന് ഇതെന്തു പറ്റി എന്ന് ശ്രീരാമൻ വ്യാകുലപ്പെട്ടു. 7 ദിവസം കടന്നുപോയി. രാമരാവണ യുദ്ധമെന്നാണ് രാമായണം പറയുന്നത്. എന്നാൽ രാവണന്റെ അമ്പുകൾക്ക് പഴയ ശക്തിയില്ല എന്നും രാവണൻ ക്ഷീണിതനായി തുടങ്ങിയെന്നും ശ്രീരാമന് മനസ്സിലായി. ശ്രീരാമന്റെ മനസ്സറിഞ്ഞ സാരഥി മാതലി തൊഴുതുകൊണ്ട് തൻ്റെ അഭിപ്രായം അറിയിച്ചു. അഗസ്ത്യമുനി ഉപദേശിച്ചു തന്ന ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായിരിക്കുന്നു. സൂര്യൻ്റെയും അഗ്നിയുടെയും സാന്നിധ്യമുള്ള ബ്രഹ്മാസ്ത്രം, വിശ്വത്തെ പ്രകാശിപ്പിക്കുന്ന ബ്രഹ്മാസ്ത്രം. മാതലിയുടെ വാക്കുകൾ കേട്ടയുടൻ ശ്രീരാമൻ രാവണനു നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. രാവണന്റെ ഹൃദയം പിളർന്ന ബ്രഹ്മാസ്ത്രം ഭൂമിയും പിളർന്ന് പാതാളത്തിൽ ഗംഗയിൽ കഴുകി ശുദ്ധമായി ശ്രീരാമന്റെ തോണിയിൽ വന്നു വീണു. വീരനും സാഹസികനും ദുഷ്ടനും സ്ത്രീജിത്തനുമായ രാവണൻ ശ്രീരാമനാൽ വധിക്കപ്പെട്ടു.